from Teachers Academy, Tiruvalla, and once again it's me, Hema Haridas. Let me wait a few seconds for our students to join. Okay, നിങ്ങളുടെ ഇപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ലാസ്റ്റ് സെക്കൻഡിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി 16th നമുക്കൊരു എക്സാം വരുന്നുണ്ട്. അതിന് എക്സാം എഴുതുന്ന സ്റ്റുഡൻസൊക്കെ അത്യാവശ്യം പ്രിപ്പയർഡ് ആണോ? അതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് സെഷനിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, വിനോദ്, good morning. Rupa, good morning. Okay, did you get any updates regarding the recent OET exam? Second in the OET exam, any updates have you received from any of your friends who had attended the exam? Ginny, good morning. Subi, good morning. Shruti, Ammaku, good morning. Esther, Simi, good morning. Tracy, Samrani, good morning. Sumarani, okay. Siji, Nisha, good morning. Okay, have you received any updates? No. Okay, Sri Devi, Sanita, Sukumaran, Molsi, good morning. Okay, for the last exam, many of the students had difficulties in writing because till now we haven't got any minor patient case, but recently it was a minor child case which was a bit confusing for most of the students, and for the reading also for some students it was tough, and some students listening was tough. Okay, so please do the different modules which you are very you're having so much of difficulties. Nalla padulla module edana, reading aano, listening aano, edanengilum nannayittu practice cheya. Okay, yes ma'am, some of them got small role play card. Yes, okay, do you still have difficulties in doing a small role play card? Ippozhum ee time management karyangalakka prashnam undo? Do you have any difficulties like that? Because in today's session we are going to see some settings which are really important and which we cannot ignore. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കോമൺ സെറ്റിങ്ങുകൾ. Okay, Bhumita, good morning, and Ansi, yeah, good morning. Okay, without further delay we can move on to our first setting. Okay, the first setting is hospital ward. നമ്മൾ പൊതുവേ ഹോസ്പിറ്റൽ വാർഡ് എന്നുള്ളൊരു സെറ്റിംഗ് വരുമ്പോൾ വി വിൽ ഓൾവേസ് സേ യെസ് ദർ ആർ നോൺ കേസസ് അല്ലെങ്കിൽ ദേ ആർ നോൺ കേസസ്. നമ്മൾ കൂടുതൽ അങ്ങനെയാണ് പ്രിഫർ ചെയ്യുക. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ നോൺ കേസസ് ആണ്, ഇങ്ങനെയാണ് നമ്മൾ പറയാറ്. ബട്ട് നോൺ കേസസ് മാത്രമാണോ നമുക്ക് ഹോസ്പിറ്റൽ വാർഡിൽ വരുന്നത്? ഇസ്ന്റ് ദർ എനി ചാൻസ് ഫോർ ആൻ അൺനോൺ കേസ്? നോൺ കേസസ് മാത്രമാണോ? അൺനോൺ കേസസ് വന്നുകൂടെ നമുക്ക് ഹോസ്പിറ്റൽ വാർഡിൽ? Okay, in this session I want all of you to be very responsive. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെറ്റിങ്ങുകൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാം ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പം അതുകൊണ്ടാണ് പ്ലീസ് ഡു ആസ്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ പ്ലീസ് ഡു റെസ്പോണ്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം, ഇപ്പം ഇങ്ങനെ വന്നൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. സോ അത് പ്ലീസ് ക്ലാരിഫൈ ചെയ്ത് പോവുക. ഓക്കെ, യെസ്. സോ ദ ഫസ്റ്റ് വൺ, ഹോസ്പിറ്റൽ വാർഡിൽ നമുക്ക് മെജോറിറ്റി ആയിട്ട് വരുന്ന കേസസ് എന്ന് പറയുന്നത് അഡ്മിറ്റഡ് കേസസ് അല്ലെങ്കിൽ കോൺവെർസേഷൻസ് വിത്ത് എ പേഷ്യൻറ്റ് ഓർ എ പേഷ്യൻസ് റിലേറ്റീവ്, ഇങ്ങനെയാണ് നമുക്ക് പൊതുവേ കോൺവെർസേഷൻസ് വരാറ്. പക്ഷേ അല്ലാതെയും നമുക്ക് ഹോസ്പിറ്റൽ വാർഡിൽ എൻക്വയറി കേസസ്, വിച്ച് മീൻസ് ദേ വിൽ ബി ഓൾറെഡി ഡയഗ്നോസ്ഡ് വിത്ത് എ കണ്ടീഷൻ. ഓക്കെ,
Imagine this, they are already diagnosed with the condition by any doctors in our hospital. നമ്മുടെ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ, അതായത് ആ ഒരു ഡോക്ടർ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ കണ്ട് ഡയഗ്നോസ് ചെയ്ത പേഷ്യൻറ്റ്. So this patient is visiting our hospital in order to clarify their doubts. അല്ലെങ്കിൽ they need an explanation. സോ അതിനു വേണ്ടി വിസിറ്റ് ചെയ്യുന്ന കേസസ്. ദീസ് ആർ ആക്ച്വലി അൺനോൺ കേസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അഡ്മിറ്റഡ് കേസും എൻക്വയറി ആകുന്നതും എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ദിവ്യ യെസ് അൺനോൺ വരും. ജിനി ജോഷുവ ജസ്റ്റ് എക്സാമിൻഡ് അൺനോൺ അല്ലേ? ജസ്റ്റ് എക്സാമിൻഡ് അൺനോൺ അല്ല. അല്ലല്ല. അഡ്മിഷൻ ടൈം ഓക്കെ, ജസ്റ്റ് അഡ്മിറ്റഡ് കേസസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഹൂ ഹാസ് ജസ്റ്റ് ബീൻ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു വന്നാലും വി സ്റ്റിൽ നോ ദെയർ നെയിം. നമുക്കിപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അഡ്മിറ്റായി എന്നാണെങ്കിലും നമുക്ക് പേരറിയാം. വി ആർ ജസ്റ്റ് വിസിറ്റിംഗ് ദം ടു കളക്ട് ഇൻഫോർമേഷൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി എൻക്വയറി കേസസിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. Enquiry cases, they will be already diagnosed with the condition by any of the doctors in our hospital. They are revisiting in order to clarify their doubts, or they require an explanation about their condition, the proposed treatment. അങ്ങനെ എന്തിനെങ്കിലും പറ്റി ഡൗട്ടുമായിട്ട് വിസിറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഒരു റീ എഡ്യൂക്കേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷൻ വേണം. അങ്ങനെ വരുന്ന കേസസ്. In such cases, it would be really better if you could ask for their health documents. Okay? Health documents വാങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം, എൻക്വയറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അൺനോൺ കേസ്. നമുക്കറിയത്തില്ല, ഇവർ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വെൻ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഇഫ് യു ആർ ഗോയിങ് ടു സ്പീക്ക് മീൻസ് it would be better if you have a proof or an evidence with you on what basis you are speaking. എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഒരു ഇതിനു വേണ്ടി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഹെൽത്ത് ഡോക്യുമെൻ്റ് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ക്ലിയർ ആണോ? അഡ്മിറ്റഡ് കേസസ് ആൻഡ് എൻക്വയറി കേസസ്. ഈ രണ്ട് കോൺവെർസേഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ? ആൻഡ് വെൻ ഇറ്റ് കംസ് ടു അഡ്മിറ്റഡ് കേസസ്, നല്ല രീതിയിൽ IPR മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് IPR, ദാറ്റ് ഈസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ബിക്കോസ് വി ഓൾറെഡി നോ വി ഡു ഹാവ് മാർക്സ് ഫോർ ദിസ് IPR. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് മാർക്കുണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ IPR മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഇനി ഇത് രണ്ടുമാണ് നമ്മുടെ മേജർ പോസിബിലിറ്റീസ്. ഇനി എൻക്വയറി കേസസിൽ കോൺവെർസേഷൻ വരുമ്പോൾ ഓക്കെ, ഹൗ മേ ഐ ഹെൽപ്പ് യു? We ask them. So they are telling us, I was already diagnosed with this condition by the doctor, but today I think he is not available. So I need someone to explain me about my condition. So what we are going to say is, okay, don't worry, you are at the right place and we all are here to help you. For my better communication, can you please tell me your name? Name Chodishu. And can you please provide me your health documents? Health documents provide ചെയ്യാമോ? അപ്പോൾ അവർ പറഞ്ഞു, okay, here it is. So we are going to say, thank you for providing me your documents. When we are speaking about the treatment options or the medications, you can say, the doctor has suggested. ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ മെഡിക്കേഷൻ ഓപ്ഷൻസിനെ പറ്റി പറയുമ്പം നമുക്കിങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ദ ഡോക്ടർ ഹാസ് സജസ്റ്റഡ് ദീസ് ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ദീസ് മെഡിക്കേഷൻസ് ഫോർ യു എന്ന് പറഞ്ഞ് യു ക്യാൻ മെൻഷൻ വാട്ട് ഓൾ ആർ ദ മെഡിക്കേഷൻസ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രി വൺ നൗ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? കാര്യങ്ങൾ എൻക്വയറി കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ ചെയ്യാനായിട്ട്? If it is clear, please comment down so that we can move on to the next setting. Clear ആണെങ്കിൽ പറയുക, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സെറ്റിങ്ങിലേക്ക് പോകാം. Okay, yes, okay, I hope it is clear for everyone.
Next, moving on to the next setting, that is baby health clinic. This is also a very common setting for our exam, that is enquiry case. കുട്ടിയുമായിട്ട് അമ്മ വരുന്നു, ആ ഒരു രീതിയിലുള്ള കോൺവെർസേഷൻ. ഇറ്റ് ക്യാൻ ബി എ മദർ ഓർ എ ഫാദർ. ഓക്കെ, അമ്മയും ആകാം അച്ഛനും ആകാം, രണ്ടും ഒരു പോസിബിലിറ്റിയാണ്, രണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേ ആർ ജസ്റ്റ് വിസിറ്റിംഗ് in order to in order for a management, ഒരു മാനേജ്മെൻറ്റിന് വേണ്ടി they are visiting. അങ്ങനെ വരുന്ന കേസസ്. In this case you need to document the child's name and age. ഓക്കെ, കുട്ടിയുടെ പേരും വയസ്സുമാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫോർ മൈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ യു ആർ ഗോയിങ് ടു ആസ്ക് ദ പേരൻസ് നെയിം. ഓക്കെ, ജസ്റ്റ് സാധാ രീതിയിൽ വരുന്ന കേസസ്. ആൻഡ് ഇൻ ദീസ് കേസസ് ഇറ്റ് ഈസ് കമ്പൽസറി ദാറ്റ് യു ഗെറ്റ് ദ ചൈൽഡ്സ് നെയിം ആസ് വെൽ ആസ് ഏജ്. നെയിമും ഏജും എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി മൈറ്റ് ബി ഗിവിങ് ദം സം മെഡിക്കേഷൻ. എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല, ലൈക്ക് ഈ ബേബി പാരസിറ്റമോൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഏജ് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നിട്ടാണ് നഴ്സ് ഇതൊക്കെ സജസ്റ്റ് ചെയ്യുന്നതെന്നാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇൻ ദീസ് ബേബി ഹെൽത്ത് ക്ലിനിക് കോൺവെർസേഷൻസ് ട്രൈ ടു ഗ്യാദർ ഇൻഫോർമേഷൻ വെരി വെൽ. ഇൻഫോർമേഷൻ ഗ്യാദറിങ് നന്നായിട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, പിന്നെ എക്സാമിനേഷനൊക്കെ വേണ്ട കേസാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ബിക്കോസ് വെൻ യു ആർ ഗെറ്റിംഗ് എ വെരി സ്മോൾ കാർഡ്, അതായത് കുറച്ച് ടാസ്കുകളൊക്കെ ഉള്ള, പ്രത്യേകിച്ച് ബ്രാക്കറ്റ്സ് ഒന്നും അധികം ഇല്ലാത്ത കാർഡുകളാണെങ്കിൽ എക്സാമിനേഷനൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് കോൺവെർസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിലോ ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ അസസ് ചെയ്തില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ മറന്നു പോയല്ലോ, ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിസ്ക് എടുക്കുന്ന പോലെ ആവരുത്. സോ ഇഫ് യു ഫീൽ ഓക്കെ ഇൻ ദിസ് കേസ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി അസസ് ചെയ്യാം, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഓൺ യുവർ റോൾ പ്ലേ കാർഡ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ ടാസ്കുകളുടെ ഇടയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാൻ, നീഡ് ടു അസസ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു അസസ് യുവർ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കെൻ ഐ അസസ് യുവർ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ അവിടെ സൈഡിലൊന്ന് എഴുതി വയ്ക്കുക, ജസ്റ്റ് ഒരു ക്ലാരിറ്റി പേർപ്പസിന് വേണ്ടി. ഓക്കെ, പിന്നെ ഇൻഫോർമേഷൻ ഗ്യാദറിങ്, എന്തൊക്കെ കളക്ട് ചെയ്യണം, നമ്മുടെ സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നല്ലൊരു ക്ലാരിറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ബേബി ഹെൽത്ത് ക്ലിനിക് കേസ് ക്ലിയർ ആണല്ലോ. ഇഫ് യു ആർ ഗെറ്റിംഗ് എ വെരി ഷോർട്ട് കാർഡ്, വളരെ ചെറിയൊരു കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ദ ഇൻഫോർമേഷൻ ഗ്യാദറിങ് ആൻഡ് എക്സാമിനേഷൻ പാർട്ട്. എക്സാമിൻ ചെയ്യേണ്ട കേസാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ട്രൈ ടു ഗ്യാദർ മോർ റെലവൻറ്റ് ഇൻഫോർമേഷൻ, റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യുക. പിന്നെ വെൻ യു ആർ ഗിവിങ് അഡ്വൈസസ് അവോയ്ഡ് യൂസിങ് പ്ലീസ്. പ്ലീസ് അവോയ്ഡ് ഗിവിങ് സോളിഡ് ഫുഡ്സ് ടു യുവർ ചൈൽഡ്. ഇങ്ങനെയുള്ള ഈ പ്ലീസ് യൂസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. I would suggest, I recommend or advise you to, അല്ലെങ്കിൽ it is really important for you to, അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകൾ കുറച്ചുകൂടെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, സോ ഇസ് ദിസ് 2 settings clear for everyone? 2 സെറ്റിങ്ങുകളും എല്ലാവർക്കും ക്ലിയർ ആണോ? Can we move on to the next one? If it is clear, we can definitely move on to the next slide. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. You can comment down so that we can move. ഓക്കെ, ഈ 2 സെറ്റിങ്ങുകളും മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. യെസ്, ഓക്കെ, ഇറ്റ് ഇസ് ക്ലിയർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഓർ ലോക്കൽ ഹെൽത്ത് സെൻറ്റർ. 2 പോസിബിലിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അങ്ങനെ വരാം, ഓർ യു ക്യാൻ സേ ഇറ്റ് ആസ് എ ലോക്കൽ ഹെൽത്ത് സെൻറ്റർ. In both ways you can expect this conversation. Okay, the first one and the most common one is just examined case. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു റോൾ പ്ലേ ആണ് ജസ്റ്റ് എക്സാമിൻഡ് കേസ്. ഐ തിങ്ക് ഇപ്പം മോസ്റ്റ് ഓഫ് ദം നോസ് അബൌട്ട് ദ ജസ്റ്റ് എക്സാമിൻഡ് കേസ് അല്ലേ? ഇപ്പോഴും അറിയാത്തവരുണ്ടോ ജസ്റ്റ് എക്സാമിൻഡ് കേസ് എങ്ങനെയാണ്, ഹൗ ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ എന്നുള്ളത്? ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരുപാട് ലൈവ് സെഷൻസ് ഇപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ വെരി ക്ലിയർ ഓൺ ഹൗ ടു സ്റ്റാർട്ട് എ ജസ്റ്റ് എക്സാമിൻഡ് കേസ്.
If you are watching this video for the first time, I'll explain how a just examined case goes. Just examined case എന്ന് പറയുമ്പോൾ you had just completed the patient's examination. ഇപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ നമ്മൾ ആ എക്സാമിനേഷൻ, അങ്ങനെ വരുന്ന കേസസ്. ഓക്കെ, ജസ്റ്റ് എക്സാമിൻഡ് കേസ്. ജസ്റ്റ് എക്സാമിൻഡ് എന്ന് പറയുന്ന കേസസിൽ നമ്മൾ when you're reading the passage, that is the nurse background, our nurse background വായിക്കുമ്പം it would sound just like, okay, it is just like a normal unknown case. But when you're reading the second line, രണ്ടാമത്തെ ലൈനിലായിരിക്കും, okay, you have just completed his or her examination. ഇപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞു വരുന്ന സെൻറ്റൻസ്. Okay, so this whole setting is going to be a non-case. Is it clear for everyone? ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. So how we are going to start the conversation is, during your preparation time you are going to ask, how may I address you during the conversation? And during your conversation, or the starting of the conversation is going to be, thank you for allowing me to examine. Based on my examination, I can see that. Okay? Yes, I can see most of the students had commented the answers. Thank you for allowing me to examine. Yes, that's right. Thank you for allowing me to do your examination. Yes, Vinod, we can use that. Next is Swapna. Thank you for allowing me to examine the part. From my examination, I do understand. Yes. Thank you for allowing me to assess your wound. Thank you for allowing me to do the examination. Yes. These all are the right usage. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. It's fine. Thank you for allowing me to examine. Yes. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് എക്സാമിൻഡ് കേസ് ഇസ് എ വെരി കോമൺ റോൾ പ്ലേ ഫോർ അവർ എക്സാംസ്. വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കേസാണ്. പ്ലീസ് ഡോണ്ട് ഫൊർഗെറ്റ്, മറന്നു പോകരുത്. കാരണം ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്ലൈറ്റ് മിസ്റ്റേക്ക്, അതായത് നിങ്ങൾ ജനറലായിട്ടുള്ള ഒരു അൺനോൺ കേസ് ചെയ്യുന്ന പോലെ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മനസ്സിലാകും, ഓക്കെ നിങ്ങൾക്ക് കേസ് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ യു ഹാഡ് സ്റ്റാർട്ടഡ് ഇൻ ദ റോങ് വേ. അവർക്ക് മനസ്സിലാവും, ബിക്കോസ് ഇൻ ദെയർ സൈറ്റ് അല്ലെങ്കിൽ ഇൻ ദെയർ കാർഡ് ഓൾസോ ഇറ്റ് ഇസ് ക്ലിയർലി ഗിവൻ ദാറ്റ് ഓക്കെ ദിസ് ഇസ് എ നോൺ കേസ് എന്നുള്ളത് തന്നിട്ടുണ്ടാവും. സോ മാക്സിമം അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സാമിൻഡ് കേസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. മോൾസി, താങ്ക് യു ഫോർ allowing me to do the examination. Yes, that's right, Molsi. Okay. So the first part, I think it is clear for everyone that the just examined case. Clear ആണല്ലോ എല്ലാവർക്കും? Can we move on to the next role play? The next one is confirmed task role play. I think most of the students is clear with this confirmed task. എന്താണെന്നുള്ളത് കൺഫേം ടാസ്ക് എന്നുള്ളത്, നമുക്ക് ദർ ആർ ടു കോമൺ ടാസ്ക്, like two similar tasks, that is find out the reason for his or her visit and confirm the reason for his or her visit. These are the two common tasks. So if it is like find out the reason for his or her visit എന്നാണെങ്കിൽ you may start with what brings you here today, how may I help you. ഇങ്ങനെ ആയിരിക്കും. അതായത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക അവരെന്തിനു വന്നു, അതായത് എന്താണ് അവരുടെ റീസൺ ഫോർ വിസിറ്റ് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി കൺഫേം ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ വിസിറ്റ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഇപ്പോൾ തന്നിരിക്കുകയാണ് അഡ്വൈസസ് റിഗാർഡിംഗ് വാക്സിനേഷൻ. ഓക്കെ, ഓൾ റൈറ്റ്, I'll clear that, Swapna. അപ്പോൾ കൺഫേം ടാസ്കിലെ കൺഫേം ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ വിസിറ്റ്, കൺഫേം ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ വിസിറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിംഗ് വരികയാണെങ്കിൽ, ഫസ്റ്റ് ഗ്രീറ്റിംഗ്സ് ആൻഡ് യുവർ ഇൻട്രൊഡക്ഷൻ. ആഫ്റ്റർ ദാറ്റ് ഫോർ മൈ കൺഫർമേഷൻ പർപ്പസ്, എൻ്റെ ഒരു ഉറപ്പ് വരുത്തലിന് വേണ്ടി, ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ആൻഡ് ഏജ്. നെയിം ആൻഡ് ഏജ് പറയാമോ? Okay, you are here for advices regarding vaccination. Am I right? അതായത് നമ്മൾ അങ്ങോട്ട് ആദ്യം നമ്മൾ അവരുടെ പേരും ഏജും ചോദിച്ചു, അത് കഴിഞ്ഞ് നമ്മളത് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടിയല്ലേ വന്നത് എന്ന് അവരോട് ചോദിച്ചു. ആം ഐ റൈറ്റ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ അവർ യെസ് പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് കൺഫേം ആകുന്നത്.
Okay, is it clear? Okay, Swapna has asked it out. I have one question, ma'am. Do we need to ask the name of the child in all role play card with any of the parent and child? Okay, if the child is not present, അത് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആണ് സ്വപ്ന. ഇപ്പം ഓക്കെ, ജസ്റ്റ് എക്സാമിൻഡ് കേസ്, അതായത് വി ഹാഡ് ജസ്റ്റ് എക്സാമിൻ ദ ചൈൽഡ്. Okay, in such cases it is not necessary to ask the child's name. You can directly ask, how may I address you during the conversation. Adu kayinittu thank you for allowing me to assess your child. ഇനി നമ്മൾ ആ കൊച്ചിൻ്റെ പേര് പറയുന്നില്ല, യു ആർ ചൈൽഡ്. ബേസ്ഡ് ഓൺ മൈ എക്സാമിനേഷൻ ഐ കൻ സീ ദാറ്റ് യുവർ ചൈൽഡ് ഹാസ് സഫേർഡ് എ സിവിയർ 3rd degree burn. ഇങ്ങനെ പറഞ്ഞേ പോകത്തുള്ളൂ, കാരണം നമ്മൾ അമ്മയോടാണ് സംസാരിക്കുന്നത് ആൻഡ് കൊച്ചിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും വരുന്നില്ല. ഓക്കെ, ബട്ട് വെൻ വി ആർ ഡൂയിങ് ഇറ്റ് ആസ് എ പ്യുവർ അൺനോൺ കേസ് ആയിട്ട് വരുമ്പോഴാണ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ സ്വപ്ന. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവ്രി വൺ നൗ? കൺഫേം ടാസ്ക് ആൻഡ് ജസ്റ്റ് എക്സാമിൻഡ്. ക്യാൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? If it is clear, we can definitely move on to the next one. That is the enquiry case. Okay, yeah, clear. Okay. Next one is enquiry cases. Enquiry cases in the parayumbo, they will be visiting. It can be a patient or a patient's relative. Okay, രണ്ട് പോസിബിലിറ്റീസ് ആണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. പേഷ്യൻ്റ് ആകാം അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് ആകാം, രണ്ടും വരാകുന്നതാണ്. ഓക്കെ, വരാവുന്നതാണ്. ഇങ്ങനെ രണ്ട് കോൺവെർസേഷൻസ് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, പേഷ്യൻറ്റ് ഓർ ബൈസ്റ്റാൻഡർ, രണ്ട് കേസസിലും ഇഫ് യു വാണ്ട് യു ക്യാൻ ആസ്ക് ഫോർ ദർ ഹെൽത്ത് ഡോക്യുമെൻറ്റ്സ് ഇഫ് യു ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഓർ ദ മെഡിക്കേഷൻ. സാധാ രീതിയിൽ വരുന്ന എൻക്വയറി കേസസ് പോലെ തന്നെ. ഓക്കെ, അത് ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ടല്ലോ, ക്ലിയർ ആണല്ലോ എൻക്വയറി കേസ്. The next one is visiting with emergency. Visiting with emergency എന്ന് പറയുമ്പം they are visiting with a burn, cuts, bruises, something which is very severe or they need an emergency management. പെട്ടെന്നൊരു മാനേജ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കേസസ്. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന വിസിറ്റിംഗ് വിത്ത് എമർജൻസി കേസസ്. അതിലും യു ക്യാൻ എക്സ്പെക്ട് ഇറ്റ് ലൈക്ക് എ ജസ്റ്റ് എക്സാമിൻഡ് ഓൾസോ. അതിലും ഒരു ജസ്റ്റ് എക്സാമിൻഡ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ലൈക്ക് എ യൂഷ്വൽ എമർജൻസി കേസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? Can we move on to the next one? The next one is important because ഇടയ്ക്ക് ഇങ്ങനത്തെ കാർഡുകൾ ഇപ്പോൾ വരുന്നുണ്ട്, റീസെൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് can we move on to the next one? So that okay, nursing agency. I think some of you may have heard about this setting. ഇങ്ങനൊരു സെറ്റിങ്ങിനെ പറ്റി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ അധികം maybe you are not familiar with this. Nursing agency എന്ന് പറയുമ്പോൾ, first of all, keep in mind that you are not going to take care of the patient until it's given in your card. നമ്മളല്ല ആ പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത് until and unless നമ്മുടെ കാർഡിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടെൽ ദം ദാറ്റ് യു വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് ഓർ ഹെർ ഫാദർ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാതെ നമ്മളല്ല ആ ഒരാളുടെ, അതായത് നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ആളുടെ റിലേറ്റീവിനെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്. യു ആർ ജസ്റ്റ് വർക്കിംഗ് ഇൻ ദാറ്റ് നഴ്സിംഗ് ഏജൻസി. ജസ്റ്റ് നമ്മൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ജസ്റ്റ് വർക്കിംഗ് ദെയർ. ഇനി നെക്സ്റ്റ് തിങ്, we will be getting enquiries from a patient's bystander. പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറിൽ നിന്നുള്ള എൻക്വയറി ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, എൻക്വയറി കേസസ്. അങ്ങനെ എൻക്വയറി അല്ലെങ്കിൽ എന്താ പറയുക, ദേ ആർ വിസിറ്റിംഗ് ഫോർ ദർ മദർ ഓർ ഫാദർ. ഒരു ഇത്ര വയസ്സുള്ള ഒരു അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് ഒരു കെയർ പേർപ്പസിന് വേണ്ടി. So they need a nurse to be with their father or mother for a specific period of time. കുറച്ച് നാളത്തേക്ക് ഒരാൾ കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ?
ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ് ആൻഡ് ഇൻഫർമേഷൻ ഗിവിങ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഇൻഫർമേഷൻ ഗ്യാതറിങ് ആൻഡ് ഇൻഫർമേഷൻ ഗിവിങ്. ക്ലിയർ? Yes, okay. In these cases, the information gathering is going to be related to the patient's health, patient's general health, which includes എന്തൊക്കെയാണ്, നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം ഓൺഗോയിങ് മെഡിക്കേഷൻസ്, കറൻ്റ്ലി ഇപ്പോൾ പേഷ്യൻ്റ് ഒരു 60 years old ആണെങ്കിൽ എന്തൊക്കെ മെഡിക്കേഷൻസ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കേഷൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് കറൻ്റ്ലി. ഓൺ ഗോയിങ് ഹെൽത്ത് കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻസാണ് ഉള്ളത്. ഓക്കെ. ഇനി ഇസ് ദ പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഇസ് യുവർ ഫാദർ യൂസിങ് എനി കൈൻഡ് ഓഫ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, എന്തെങ്കിലും തരം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അത്. ഇനി എനി അതർ ഇൻഫർമേഷൻ ദാറ്റ് വി നീഡ് ടു കളക്ട്, നിങ്ങൾക്കിനി പറയാം. ഇപ്പം ഞാനൊരു 3 ഓപ്ഷൻസ് പറഞ്ഞു. ഓൺ ഗോയിങ് മെഡിക്കേഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഓൺ ഗോയിങ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്, മറ്റേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ചോദിക്കാം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ. മീൻ വൈൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ യുവർ ആൻസേഴ്സ്. ഐ ഹാവ് എ കൺസേൺ. Okay, Swapna, warm-up questions are important for the calculation of marks because I got 340 and I had around 10 warm-up questions during the examination. I answered around 8 questions properly. Swapna, it is said that warm-up questions are not assessed, but they will be checking on your fluency, how well you are speaking, like the humming, the pauses, ഇങ്ങനെ നാച്ചുറൽ ആണോ. ഇപ്പം നമ്മൾക്ക് ഈ ദർ ആർ സം കോമൺ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്? ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ എക്സ്ട്രീംലി ഫെമിലിയർ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, സോ ദേ വിൽ സ്റ്റാർട്ട് ആൻസറിങ് ഇറ്റ് ലൈക്ക് എ നോൺ സ്റ്റോപ്പ് ആൻസർ. ഒരു പോസ് ഇല്ല, ഒരു ഹമ്മിങ് ഇല്ല. ദേ വിൽ ജസ്റ്റ് സൗണ്ട് ലൈക്ക് ദേ ഹാഡ് ബൈ ഹാർട്ടഡ് ദിസ് ഹോൾ ആൻസർ. ബൈ ഹാർട്ട് പഠിച്ച പോലെ പറയും. അപ്പം അങ്ങനെ പറയാതെ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു കുഡ് മേക്ക് സം സ്ലൈറ്റ് ഹമ്മിങ് ആൻഡ് സ്ലൈറ്റ് പോസസ് ജസ്റ്റ് ടു മേക്ക് യുവർ ആൻസർ എ ബിറ്റ് മോർ നാച്ചുറൽ. പിന്നെ there are another possibilities for getting 340. That is, if you had made some slight changes in presenting the task. ഇപ്പം ടാസ്കുമായിട്ട് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. അനദർ തിങ് ഇസ് we need to focus on our intonation. വോയിസ് മോഡുലേഷൻസും ഒരു പോസിബിലിറ്റിയാണ്. നമുക്ക് 340 ഒക്കെ വരുന്നതിൻ്റെ ഒരു മേജർ പോസിബിലിറ്റിയാണ് നമുക്ക് ഇൻറ്റോനേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പിന്നെ വരുന്നത് എന്തെങ്കിലും ഹമ്മിങ് അല്ലെങ്കിൽ ഇച്ചിരി ലോങ് പോസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലാണ്. കൂടുതലും അങ്ങനെയാണ് സ്വപ്നം നമുക്ക് 340 പോകുന്നത്, അല്ലാതെ വാമപ്പ് ഒരു പ്രശ്നമല്ല അതിന്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. യെസ്, ഓക്കെ. Any allergies? Yes. Does your father has any allergies? എന്തെങ്കിലും allergies ഉണ്ടോ? Can you please tell me about your father's food preferences? Dietary habits. Can you please tell me about your father's dietary habits? പറയാമോ? പിന്നെ are you allergic? നീതു, are you ആണോ? Whom we are speaking to? This is where we make mistakes. ഇങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റിൽ നമ്മൾ കഥ മാറ്റുക. അങ്ങനെയുള്ളത് മാക്സിമം ചെയ്യാതിരിക്കുക. ഓക്കെ. യെസ്, ആർ യു അലർജിക് എന്നുള്ളതല്ല. ഡസ് യുവർ ഫാദർ ഹാസ് എനി അലർജീസ് ടു എനി സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ, അങ്ങനെ ആക്കുക. ഇസ് യുവർ ഫാദർ ഓർ മദർ ഇൻഡിപെൻഡൻറ്റ് ടു ഡു ഹിസ് ഓർ ഹെർ ഡെയിലി ആക്ടിവിറ്റീസ്? യെസ് നിഷ, വി ക്യാൻ യൂസ് ദാറ്റ്. ഡു യു ഹാവ് എനി സർജറി? സുമ, അത് നമ്മൾ കുറച്ചുകൂടി ഇതാക്കണം. ഹാസ് യുവർ ഫാദർ അണ്ടർവെൻറ്റ് എനി സർജറീസ് റീസെൻ്റ്ലി? അങ്ങനെ ആക്കാം. Is there any allergic history for your father or mother? അത് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. എന്താണോ ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ ഡയറ്റ്? ജിൻസി, നമ്മൾ whenever we are asking these personal questions, we will be already asking them permission. നമ്മൾ ഓൾറെഡി പെർമിഷൻ ചോദിച്ചിട്ടല്ലേ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ പ്രൊസീഡിങ് ഫർദർ എന്നൊക്കെയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതിൽ അടുത്തതായിട്ട് പിന്നെ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇറ്റ്സ് നോട്ട് നെസസറി, യു ക്യാൻ ഡയറക്ട്ലി ആസ്ക് ദ ക്വസ്റ്റ്യൻ, കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ ഫാദേഴ്സ് ഡയറ്റ്സ്? ഡയറക്റ്റ് ചോദിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Next,
Sophie, social habits. Does your father has any social habits? Yes. These all are our information gathering. Okay, ഇത്രയുമാണ് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ്. യു ക്യാൻ ഓൾസോ ആസ്ക് അബൌട്ട് ഹിസ് ഓർ ഹെർ മെഡിക്കേഷൻ കംപ്ലൈൻറ്റ്സ്. മെഡിസിൻസ് എങ്ങനെയാണ്, തനിയെ എടുക്കുമോ അതോ ഷുഡ് വി ഗീവ് ആൻ അസിസ്റ്റൻസ്, നേഴ്സ് ഒരു അസിസ്റ്റൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, this is an overall idea about the information gathering, and now we are moving on to the information giving. ഇനി ഇൻഫർമേഷൻ കൊടുക്കുന്ന പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ ഗിവിങ് എന്ന് പറയുമ്പോൾ we will be explaining them regarding the services, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ നഴ്സിംഗ് ഏജൻസിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the first is like hourly service. മണിക്കൂറുകളുടെ സർവീസ് പോകത്തില്ല, മണിക്കൂർ കണക്കിന്, 1 മണിക്കൂർ 2 മണിക്കൂർ, അങ്ങനെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നഴ്സ് നിൽക്കും, അല്ലാത്ത പക്ഷം ഇറ്റ് ഈസ് ജസ്റ്റ് എ 1 hour സർവീസ് പോലെ പോകുന്നത്. അനദർ വൺ ഇസ് 12 hour സർവീസ്. ഓക്കെ, 12 മണിക്കൂർ. അനദർ വൺ ഇസ് 24 hours. ഇങ്ങനെ 3 കാറ്റഗറി. These all are the services, and you can explain regarding the payment also. Payment options ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. If in the card it is given to explain the payments അല്ലെങ്കിൽ payment options. Okay, അപ്പോൾ information gathering and information giving, is it clear for everyone? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Is it okay for everyone? If it is clear, we can definitely move on to the next one. ഇനി ഇതിൻ്റെ അകത്ത് ഒരൊറ്റ പോയിൻറ്റും കൂടെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ. ഇനി എൻക്വയറി കേസസിൻ്റെ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്, in the concluding part you need to tell the bystander or the relative that okay, I can definitely arrange or I can definitely find a nurse as per your പ്രിഫറൻസ്. നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇപ്പോൾ അവർ പറയുകയാണ് 12 hours കെയർ മതി, എൻ്റെ ഫാദറിന് 12 hours കെയർ ആണ് വേണ്ടത്. അപ്പം അങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് 12 hours കെയർ ആണ് വേണ്ടേ എന്ന് പറയുകയാണ്. അങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മളുടെ എൻഡിങ് പാർട്ട് എത്തുമ്പോൾ, യു ക്യാൻ സേ ഡോണ്ട് വറി, ഐ ക്യാൻ ഫൈൻഡ് എ നഴ്സ് ആസ് പെർ യുവർ പ്രിഫറൻസ് ആൻഡ് ഐ ക്യാൻ കോൺടാക്റ്റ് യു. ഞാൻ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് 12 മണിക്കൂർ നിൽക്കാൻ പറ്റുന്ന, അച്ഛന് അല്ലെങ്കിൽ പപ്പയ്ക്ക് ആവശ്യത്തിനുള്ള അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളൊരു നഴ്സിനെ ഞാൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് യു ക്യാൻ കൺക്ലൂഡ് ദ കോൺവെർസേഷൻ. സോ നഴ്സിംഗ് ഏജൻസി റോൾ പ്ലേ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്യാൻ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? മാം, ഇൻ്റർലോക്യൂട്ടറി ഇൻഫോർമേഷൻ എല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ജിനി, ഇൻ കേസ്, ഓക്കെ, ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. ഇൻ കേസ് അവർ പറയുകയാണ് ഓക്കെ നഴ്സ് ഇന്ന കാര്യങ്ങളാണ് ഒറ്റ സ്ട്രെച്ചിൽ, ഇഫ് ദേ ആർ ഗിവിങ് ഫുൾ ഇൻഫോർമേഷൻ ഓൺ സ്ട്രെച്ച്, ദ ഫസ്റ്റ് തിങ് യു ക്യാൻ സേ ഇസ് താങ്ക് യു ഫോർ പ്രൊവൈഡിങ് മീ ഓൾ ദീസ് ഇൻഫോർമേഷൻ. താങ്ക് യു ഇത്ര ഇൻഫോർമേഷൻ തന്നതിന്. ഇനി ദ നെക്സ്റ്റ് തിങ്, ഓർ when they are giving you the information other than the things you asked, നിങ്ങൾ ചോദിച്ചതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവർ ആൻസർ ചെയ്യുവാണെങ്കിൽ ചെക്ക് ദീസ് ഇൻഫോർമേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ വെൻ ദേ ഹാഡ് കം ടു ആൻ എൻഡ്, അവർ പറഞ്ഞ് തീർന്നു എന്ന് കാണുമ്പോൾ ജസ്റ്റ് ചെക്ക് ഇസ് ദർ എനി അതർ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു നീഡ് ടു ആസ്ക്. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ചെയ്യാവുന്നതാണ്. ജിനി, അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവരെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനദർ തിങ് ഇസ് when they are giving you a lot of information, focus on that. Try not to ask repeatedly. പിന്നെ അവർ പറഞ്ഞ് അല്ലെങ്കിൽ അവർ കൺവേ ചെയ്ത കാര്യത്തെപ്പറ്റി പിന്നെയും ഒരു സെക്കൻഡ് ടൈം ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ജിനി, അത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, സ്വപ്ന, can we use the connectors in speaking? For instance, apart from this, in addition, is there any exception? No, Swapna, there is no exception. The only things we need to avoid is like should, must, have to, need to, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. Other than that, there is no exceptions. Okay, ശ്രീകുട്ടി, കൺക്ലൂഷൻ ഒന്നുകൂടെ പറയാവോ?
നഴ്സിംഗ് ഏജൻസിയിൽ വരുന്ന എൻക്വയറി കേസ് ആണെങ്കിൽ അപ്പം അവർ പറഞ്ഞു ഓക്കെ നഴ്സ് ഐ വുഡ് പ്രിഫർ 12 hours കെയർ ഫോർ മൈ ഫാദർ. അപ്പം നമ്മൾ പറഞ്ഞു ഓക്കെ ഡോണ്ട് വറി ഐ ക്യാൻ ഫൈൻഡ് എ നഴ്സ് ആസ് പെർ യുവർ പ്രിഫറൻസ് ഫോർ യുവർ ഫാദർ. നിങ്ങളുടെ ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാദർ, നിങ്ങളുടെ ഫാദറിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഐ വിൽ കോൺടാക്റ്റ് യു, അത് അത്രയും കാര്യങ്ങൾ പറഞ്ഞ് യു ക്യാൻ കൺക്ലൂഡ് ദ കോൺവെർസേഷൻ. ക്ലിയർ ആണോ ശ്രീകുട്ടി? Is it clear till now? Can we move on to the next one? Okay, I think it is clear. Ini last one, emergency department. I think most of the students have some confusions in this emergency department. Intro evada kodukanam, intro kodukano, inganella kore doubts ningalku undo? Because I had some questions from my students that okay in emergency department varumbom it's quite confusing at times, kodukano vendayo ennulla karyathil. Okay, so can you tell me whether introduction is necessary or not? Intro veno emergency department cases or it depends on the situation? Ado situation depend ചെയ്തു പോകുന്ന ഒരു കാര്യമാണോ? Yes, it is important. Yes, Sunita, Janice, Srikutti, okay, Anu. Okay, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻട്രോ വേണം. Srikutti has commented no. Savita has commented depends on the situation. It depends on the situation. No, intro വേണം. Okay, Srikutti intro വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് according to the situation. Divya has commented yes. Okay. ഇനി ഇതിൻ്റെ അകത്ത് ഇൻട്രോ വേണോ വേണ്ടയോ, is the introduction necessary or not? It actually depends on the situation. Situation അനുസരിച്ച് നമുക്ക് ഇൻട്രോ കൊടുക്കാൻ പറ്റും. We cannot like good morning, my name is Hema, I'm going to be taking care of you today, how may I help you? ഇങ്ങനെ പോവാൻ we cannot do that. We are going to do like good morning, we'll be giving them a gap just to greet us back. നമ്മളെ തിരിച്ചൊന്ന് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും. ഡ്യൂറിങ് ദാറ്റ് ടൈം അവർ അവരുടെ കൺസേൺ പറഞ്ഞു തുടങ്ങിയാൽ, അല്ലെങ്കിൽ അവർ പറയാണ് നഴ്സ് എനിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ ഉണ്ട്, എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ ഇൻട്രോ അറ്റ് ദാറ്റ് ടൈം. അങ്ങനാണെങ്കിൽ ഇൻട്രോ ആ സമയത്ത് ഫോക്കസ് ചെയ്യരുത്. ഓക്കെ, ഇനി അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അപ്പം ഇൻട്രോ വേണ്ടേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇൻട്രോ അപ്പോൾ കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇഫ് ദേ ഹാഡ് ബിക്കം എ ബിറ്റ് റിലാക്സ്ഡ്, അവർക്ക് നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് സപ്പോർട്ടൊക്കെ കൊടുത്തു, നൗ ദേ ആർ എ ബിറ്റ് റിലാക്സ്ഡ്, അങ്ങനാണെങ്കിൽ യു ക്യാൻ ഗിവ് ദം ആൻ ഇൻട്രൊഡക്ഷൻ അറ്റ് ദാറ്റ് ടൈം. ഇഫ് ദേ ആർ നോട്ട് calm till the end of the conversation, അവസാനം വരെയും അവർ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ലാസ്റ്റ് വന്നിട്ട് യു ക്യാൻ ഗിവ് യുവർ ഇൻട്രൊഡക്ഷൻ. If you have any doubts or if you are concerned about something, please don't hesitate to press the bell. Once again, my name is okay. നമുക്ക് once again യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഇൻട്രോ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ my name is and I'm a nurse working in this hospital. If you have any concerns, you can just press the bell. ഇങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ആ ഇൻട്രോ ലാസ്റ്റ് കൊണ്ടുവന്ന്, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻ്റലക്യൂട്ടർ അല്ലെങ്കിൽ ദ വേ ഹീ സ്റ്റാർട്ട്സ് ദ കോൺവെർസേഷൻ. അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. ഇപ്പം യെസ് Subi, if any serious case, first we assess and provide comfortable measures and in between you can give the conversation. In between you can give the introduction. Okay, കുഴപ്പമില്ല. അത് അവരുടെ ഒരു സംസാരം അനുസരിച്ചിരിക്കും ആ ഒരു പോസിബിലിറ്റി എന്നുള്ളത്. അത് കുറച്ചുകൂടെ റെലക്റ്റൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എമർജൻസിയിൽ വന്ന് ഭയങ്കര പാനിക് ആവുന്ന ഒരു പേഷ്യൻ്റ്, അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ മാം, സപ്പോസ് സെറ്റിങ്സ് ആർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ക്ലിനിക്സ്, ക്യാൻ വി സ്റ്റാർട്ട്? സ്വപ്ന ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാവോ? എനിക്ക് മനസ്സിലായില്ല എന്താ സ്വപ്ന ഉദ്ദേശിച്ചതെന്ന്. Can you please make it more clear? Can we start? മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരുന്ന കേസസ് ഓക്കെ ആണല്ലോ, ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണോ വേണ്ടയോ എന്നുള്ളത്.
ഇനി റെലക്റ്റൻറ്റ് കേസസ്, ഇപ്പം ഹാഫ് ആൻ അവർ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യെസ് യു ക്യാൻ സ്റ്റാർട്ട് ദീസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ക്ലിനിക്സ്. യെസ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഗുഡ് മോർണിംഗ്, പ്ലീസ് ബി സീറ്റഡ്, ഇങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ദ ഓൺലി തിങ് ഈസ് യു നീഡ് ടു ബി എ ബിറ്റ് മോർ പ്ലസൻറ്റ്. നമ്മളുടെ ആ ഒരു ഗ്രീറ്റിങ്സും നമ്മുടെ എക്സ്പ്ലനേഷനും എല്ലാം ഒരേ ടോണിൽ പോകരുത്. ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ഹേമ ഹരിദാസ് ആൻഡ് ഐ ആം ദ അറ്റൻഡിങ് നഴ്സ്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പ്ലസൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ പക്ഷേ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ഡു ഇസ് നമ്മൾ ഭയങ്കര സീരിയസ് ആയിപ്പോൾ ഗുഡ് മോർണിംഗ് മൈ നെയിം ഇസ് ഇങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ ഇൻറ്റോനേഷൻ അല്ല, യു ആർ ഡൂയിങ് എവറിത്തിങ് ഇൻ ദ സെയിം ടോൺ. അപ്പോൾ ഇൻറ്റോനേഷന് മാർക്ക് വരത്തില്ല. സംഭവം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്, പക്ഷെ മാർക്ക് നമുക്ക് അവിടെ കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ മാം, കൺഫർമേഷൻ ടാസ്ക്, ഓക്കെ അത് ഞാൻ പറയാൻ ദിവ്യ, ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് കഴിഞ്ഞിട്ട്. പിന്നെ വിസിറ്റിംഗ് വിത്ത് ആൻ എമർജൻസി, എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന കേസസ്, അതിൽ മാനേജ്മെൻറ്റ് കൊടുക്കുക, ട്രൈ ടു മേക്ക് ദം കാം, അത്രയും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ജസ്റ്റ് എക്സാമിൻ്റെ കേസൊക്കെ വരുമ്പോൾ ദർ ഇസ് നോ നീഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ, നോ നീഡ് ഓഫ് ഗ്രീറ്റിങ്സ് വേണ്ട, ഇൻട്രോ വേണ്ട. ഓക്കെ, ഇനി കൺഫേം ടാസ്ക് റോൾ പ്ലേ. കൺഫേം ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ മൈ കൺഫർമേഷൻ പേർപ്പസ് കുഡ് യു പ്ലീസ് ടെൽ മീ, അതായത് ഇപ്പം ഇതിൻ്റെ ഞാൻ സ്ലൈഡ് ആഡ് ചെയ്തിട്ടില്ല, അതർവൈസ് ഐ കുഡ് ഹാവ് ഷോൺ യു. കൺഫേം ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ വിസിറ്റ്, ബ്രാക്കറ്റിൽ അഡ്വൈസസ് ഫോർ ലൈക്ക് വാക്സിനേഷൻ, ലെറ്റ് ഇറ്റ് ബി ഒരു വാക്സിനേഷൻ കേസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ വരുന്നതിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഓക്കെ യു ആർ ഹിയർ ഫോർ വാക്സിനേഷൻ അല്ലെങ്കിൽ യു ആർ ഹിയർ ഫോർ അഡ്വൈസസ് റിഗാർഡിംഗ് വാക്സിനേഷൻ, ആം ഐ റൈറ്റ്, ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാനായിട്ട് ഹൗ ഡിഡ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ദിസ് പേഷ്യൻ്റ് ഇസ് ഹിയർ ഫോർ ദിസ്, നമുക്കെങ്ങനെ മനസ്സിലായി? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അപ്പോൾ ഇൻ ഓർഡർ ടു ജസ്റ്റ് മേക്ക് ഇറ്റ് മോർ ക്ലിയർ, നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇസ് for my confirmation purpose, greet ചെയ്തു after your introduction. For my confirmation purpose, could you please tell me your name and age? Name and age എടുത്തു. Let me check. You are thinking that okay, you are checking in the system. സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ okay, you are calling the patient's name. So you are here for advices regarding vaccination. Am I right? ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ച് when they say yes, you are confirming the reason for his or her visit. ഇപ്പോൾ ക്ലിയർ ആണോ? Is it clear for everyone now? Okay, clear ആണെങ്കിൽ you can just comment down. Okay, I think it is clear. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള സെറ്റിങ്ങുകൾ. പ്ലീസ് ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാത്തിലൂടെയും ജസ്റ്റ് റിവൈൻഡ് ചെയ്തൊന്ന് പോവുക, ജസ്റ്റ് ടു ഗെറ്റ് ഇൻ ടച്ച്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റി അറിയണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുണ്ടോ? Ma'am, could you please explain about the home visits in details? Okay, home visits in ഒരു കാര്യം, there are two types of home visits. The first one is general visit and the next one is regular visit. General visit എന്ന് പറയുമ്പോൾ you will be only visiting them for once. You will be only visiting them just for once. ഒറ്റ വട്ടത്തേക്ക് ആസ് പെർ എ ഡോക്ടേഴ്സ് അഡ്വൈസ് അല്ലെങ്കിൽ ആസ് പെർ എ ജി പീസ് അഡ്വൈസ്, ഒരു ജി പിയുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ അവരെ ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന കേസസ്. അപ്പോൾ അങ്ങനെ വരുന്നത് സാധാ രീതിയിൽ നമ്മളൊരു ഹോം വിസിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൺഫേം ചെയ്ത് ഫസ്റ്റ് ഈസ് ദിസ് മിസ്റ്റർ എക്സസ് റെസിഡൻസ്, ആം ഐ സ്പീക്കിംഗ് ടു മിസ്റ്റർ എക്സ്. ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എക്സിൻ്റെ വീട്ടിലല്ലേ, ഇത് യെസ് ഇറ്റ് ഇസ് ഓൾവേസ് എ നോൺ കേസ് ആണ്.
അപ്പം ഇസ് ദിസ് മിസ്റ്റർ എക്സസ് റെസിഡൻസ്, അടുത്തതായിട്ട് ആം ഐ സ്പീക്കിംഗ് ടു മിസ്റ്റർ എക്സ്. നെക്സ്റ്റ് നമ്മൾ ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഐ കം ഫ്രം ഇന്നിടം, ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നിങ്ങൾ സർജറി കഴിഞ്ഞെടുത്തു എന്നാണ് ഞാൻ വരുന്നത്. ഇസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യു, റൈറ്റ് ടൈം ആണോ എന്നുള്ളത് ചോദിക്കുക. അത് കഴിഞ്ഞ് മീ ഐ കം ഇൻസൈറ്റ്, താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ ഇൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ IPRും കാര്യങ്ങളൊക്കെ. റെഗുലർ വിസിറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക. I hope you remember me, because regular visit എന്ന് പറയുമ്പോൾ you are extremely familiar with the patient and the patient is extremely familiar with you. നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല ഫെമിലിയർ ആണ്. അപ്പോൾ I hope you remember me വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് is it the right time to have a conversation with you? May I come inside? Thank you for letting me in. ഇങ്ങനെ ആയിരിക്കും ഹോം വിസിറ്റ്സ് പോവുക. ഓക്കെ, സ്വപ്ന അത് ക്ലിയർ ആണല്ലോ? എല്ലാ കൺഫർമേഷൻ ക്വസ്റ്റ്യൻസ് അൺനോൺ കേസ് ആണോ? അല്ല, ചില എക്സെപ്ഷനലി ഒക്കെ നോണൊക്കെ വരാറുണ്ട്. ഇപ്പം ഈ ഡ്രസ്സിങ്സിൻ്റെ ഒക്കെ കേസസ് ഒക്കെ നോൺ, പക്ഷെ കൂടുതലും നമുക്ക് അൺനോൺ ആയിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, ഐ തിങ്ക് വി ക്യാൻ കൺക്ലൂഡ് അവർ സെഷൻ ഫോർ നൗ. പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ I hope this session was very helpful for everyone. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ if you prefer some videos regarding the specific cases, could you please make a psychiatric role play card? Yes, Suma, I can definitely do that. Okay. And ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ please comment down. Thank you everyone once again for joining the session. Thank you.